വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് രംഗത്തും ബിസിനസ് രംഗത്തും ഉള്ളവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ കൂടാതെ തന്നെ ഫുഡ് ടെക്നോളജി, മൈക്രോബയോളജി എന്നിവ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈസി എക്സ്പോർട്സ് സ്വന്തം പ്ലാന്റിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഓപ്പർച്യൂണിറ്റീസുമൊക്കെ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. പല കോളേജുകളും ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. അതിൽ ഒരു കോളേജ് കുട്ടികളും അവരുടെ ടീച്ചേഴ്സും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. പ്രൈമറി പാക്കിംഗ് എന്ന് പറഞ്ഞില്ലേ, ആദ്യം ഇതിനകത്ത് ഇങ്ങനെ ഇതിപ്പോൾ കപ്പേടിയാണ് ടപ്പിയോക്ക ഇതിനകത്തിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്ലാന്റ് ഫ്രീസിംഗ് പറയുക, അല്ലെങ്കിൽ ടണൽ ഫ്രീസിംഗ് പറയുന്നത്. അതുപോലെ ഓരോ ഐറ്റത്തിനെയാണ് സാർ കാണിക്കുന്നത്. ഇത് ചപ്പാത്തി, ടെൻഡർ ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ഇടിച്ചക്കയാണ്. ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു പ്ലെയിൻ കവറിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് ഈ ബോക്സിനകത്തിട്ട് ആണ് അയക്കുന്നത്. അപ്പോൾ ഈ ബോക്സിനകത്ത് ഇതിനകത്ത് പല വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. ന്യൂട്രീഷൻ ഫാക്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ ഫുഡ് ടെക്നോളജി പഠിക്കുമ്പോൾ ന്യൂട്രീഷൻ ഫാക്ട് ചക്കയുടെ ആണെങ്കിലും കപ്പയുടെ ആണെങ്കിലും എല്ലാത്തിനും സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പം കപ്പയ്ക്കകത്ത് അല്ല ഫോസ്ഫറസ് അങ്ങനത്തെ ഓരോ സംഭവം ഉണ്ട്, ചക്കയിൽ ഓരോ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിലും റിവേഴ്സ് ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്രോസ് കണ്ടാമിനേഷൻ വരും. ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടി ഇത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ഫ്ലോ തന്നെയായിരിക്കും. ഓരോ പ്രോസസ്സും കഴിഞ്ഞാൽ അടുത്തതിലും മുമ്പിലേക്കും മൂവ് ചെയ്ത് പോകണം. തിരിച്ചു വന്നാൽ മിക്സപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ക്രോസ് കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ പ്രോസസ് ഫ്ലോ ഓരോ പ്ലാന്റിനും ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോ ഉള്ളത്. നമുക്ക് റോ മെറ്റീരിയൽ വന്നാൽ ഇങ്ങനെ പോയി നേരെ അവിടുന്ന് അങ്ങേറ്റത്ത് പോയിട്ട് ക്രോസ് ചെയ്ത് അതിനപ്പുറത്തെ കൂടെ തിരിച്ചാകുന്നത്. ഇത് ഒരു യു മാരിയാണ് ഇവിടുത്തെ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ തിരിച്ചു കൊണ്ട് വരില്ല. ഏത് പ്രോസസ്സിനാണെങ്കിലും നമ്മളതിനെ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോ ഉള്ളത്. ഇതുണ്ടെങ്കിലാണ് FSSAI അനുസരിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിന് ചില പ്രോഡക്റ്റിന് നമുക്ക് ചില്ലർ വേണം. ചില്ലർ വെക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ചിലപ്പോൾ കുറേ സമയം ഒരുക്കിയിട്ട് വന്നാൽ ചീത്തയൊക്കെ വരും. അപ്പോൾ അതിന് +5 ചില്ലർ ഇതിനകത്ത് വരും. എന്നിട്ട് അവിടെ നിന്ന് ആവശ്യത്തിനെടുത്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഓരോ ചില്ലറും വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കാനുള്ളത്. അതുകൂടാണ്ട് കോക്കനട്ട്, ഗ്രേറ്റ് കോക്കനട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ മെഷീനാണ്. നേരെ വരുന്ന പീര എടുത്ത് കൊണ്ടുപോയിട്ട് പാക്ക് ചെയ്ത് ഫ്രീസറിൽ കയറ്റി വയ്ക്കും. കാരണം തേങ്ങ പെട്ടെന്ന് ഡേഞ്ചറസ് ആണ്, ഭയങ്കര പെട്ടെന്ന് അത് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പം അത് ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഇത് ചുരണ്ടിയിട്ട് ഇതിനകത്ത് പാക്കറ്റിലാക്കി നേരെ ഫ്രീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പം ഇങ്ങനെയാണ് തേങ്ങ ചെയ്യുന്നത്. നമ്മൾ തേങ്ങയൊക്കെ വലിയ ക്വാണ്ടിറ്റി 6 ടൺ 7 ടണ്ണൊക്കെ ഒരു കണ്ടെയ്നറിൽ അയക്കുന്നതാണ്. അപ്പം അത്രയും നല്ല റിക്വയർമെൻ്റ് ഉള്ളതാണ്. എല്ലാം 2 ഇയർ ആണ്. 2 ഇയർ കാരണം ഈ -18 ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. അതെവിടെയാണ് കപ്പ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യും. കപ്പ ക്ലീൻ ചെയ്ത ശേഷം ടാങ്ക് ഇടും. ടാങ്ക് ഇട്ടൊന്ന് വാഷ് ചെയ്യും. വാഷ് ചെയ്ത് ഈ ടേബിളിലിട്ടിടും. ടേബിളിൽ ഗ്രേഡ് ചെയ്യും. മറ്റേ ബ്ലാക്ക് സ്പോട്ടാ അതിൻ്റെ നാരുകളെല്ലാം മാറ്റി അത് ചെണ്ടമുറയുണ്ട്, ട്രംകറ്റ് കൊത്തുണ്ട്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്ന് കംപ്ലീറ്റ് ചെയ്ത് മാറ്റിയിട്ട് ബ്ലാക്ക് സ്പോട്ട് അങ്ങനത്തെ ഇല്ലാത്ത വെയിറ്റ് എടുക്കുക. അത് കവർന്നേലുണ്ട്. എന്താണ് അതിൻ്റെ വെയിറ്റ് ഉണ്ട്? 700 ഗ്രാമുണ്ട്, 900 വെയിറ്റ് ഉണ്ട്, 1 kg 2 kg ഉണ്ട്. ഏതെന്ന് വെച്ചാൽ അത് നമ്മളെ കവർ ടയർ ചെയ്യും. ഇതിൻ്റെ ബാക്കിൽ നിന്ന് കവറിൻ്റെ നെറ്റ് വെയിറ്റാണ് കൊടുക്കണം. അപ്പോൾ കവർ ടയറിന് ശേഷം വെയിറ്റ് ചെയ്ത് ഇവിടുന്ന് സീൽ ചെയ്ത് നമ്മൾ ട്രോളിയുണ്ട്, ട്രോളിയിൽ പാക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് കണക്കെടുത്ത് ഫ്രീസറിലേക്ക് പോകും. പാക്ക് ചെയ്ത കപ്പ നമുക്ക് കാണാം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ ക്രോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കരീബിയൻ ഫുഡാണ് നേരത്തെ പറഞ്ഞത്. ഇതിന് ഈ സെലക്ട് ചെയ്ത ബനാന തന്നെ ഒരു പ്രത്യേക, അതായത് ഈ പാകത്തിനുള്ള ബനാന, അതിൻ്റെ വലിപ്പം അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 1.5 കിലോ ഇതിനെ പാക്ക് ചെയ്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ എത്ര ഹാർഡാണ്. അതായത് -14 ഫ്രീസ് ചെയ്തിട്ട് -18 സ്റ്റോർ ചെയ്താൽ ഇപ്പോൾ 8 എണ്ണം ഉണ്ടാവും, 10 എണ്ണം. ആ ഡിഫറൻസ് ഈ കവറിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് 1.5 കിലോ. 1.5 കിലോൻ്റെ 2 പാക്കറ്റ് 1.5 കിലോ. ഇത് ഇങ്ങനെ മാമൻസ് കൂടെ ഇത് മറ്റേ ഇങ്ങോട്ട് പോകുന്ന
ഇങ്ങനെ ഇതിപ്പോൾ സ്റ്റോറിനടുത്താണ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറിലേക്ക് കല്ലുവല്ലില്ലേ എന്നിട്ട് ഇതിനെ ടോ ചെയ്യാൻ പറഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചെയ്യാം, 2 നമ്മൾ തവയിൽ ഇട്ടിട്ട് ചെയ്യാം. കുറേ നേരം വെളിയിൽ വെച്ചിട്ട് ഓരോന്നിട്ട് തവയിൽ വെച്ച് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഫ്രഷായിട്ട് തന്നെ പൊറോട്ടയ്ക്ക് കഴിയുമ്പോൾ നമ്മൾ അടിക്കാം. ഒന്ന് അടിച്ചു കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ ഫ്രഷ് എങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പോൾ അതിനകത്ത് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് വേണ്ടിയിട്ട് അതിൻ്റെ വെയിറ്റ് എന്നാണ് ഉപയോഗിക്കാൻ പറ്റൊക്കെ ഉണ്ട്. മാമൻസ് ഇത് അവിടെ ഈ കവർ തരണം. അല്ല ഇപ്പം നിങ്ങൾ ഒരു എക്സ്പോർട്ടറാണെന്ന് വെച്ചോ, നിങ്ങളിപ്പോൾ US-ലാണ്, നിങ്ങൾക്ക് ഈ സാധനം വേണം, നിങ്ങൾക്കൊരു ബ്രാൻഡ് കിട്ടും, നിങ്ങൾ നമ്മളോട് ആ ബ്രാൻഡ് ഞങ്ങളുടെ ബ്രാൻഡ് പോകുന്നുണ്ട്. കഥകളി നമ്മുടെ പൊറോട്ട സ്ലൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് കൊത്തു പൊറോട്ട. ഇങ്ങനെ കൊത്തി സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. ഇത് നമ്മളിപ്പം ഇതിനകത്ത് ഈ ട്രെയിൽ വെച്ചിരിക്കുന്നതെല്ലാം ഇത് പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഐറ്റംസാണ്. ഇത് നേരെ സ്റ്റോറിലേക്ക് എടുത്ത് മാറ്റും. ഇതിനകത്ത് എല്ലാ പ്രൊഡക്റ്റുകളും ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ നോക്കാം, അത് എത്തി കഴിക്കും. ഞങ്ങളെ വിളിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഇത് നമ്മുടെ കപ്പയുണ്ട്, ഫ്രോസൺ കപ്പയാണ്. കപ്പ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയുണ്ട്, പൊറോട്ട, മലബാർ പൊറോട്ട, പലതരത്തിലുള്ള പൊറോട്ടകൾ. കപ്പ സ്ലൈസ് ഉണ്ട്, അതുപോലെ നമ്മൾ ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും ഇതൊക്കെ നമ്മൾ UK അയക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കപ്പയാണ്. ഈ കപ്പയെല്ലാം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുകയാണ്. ഇതുണ്ട് പൊറോട്ട, വലിയ പാക്കറ്റ് ഇതെല്ലാം നമ്മുടെ അയക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് നമ്മൾ അയക്കുന്നത്. കപ്പ, തേങ്ങ, പൊറോട്ട, ചക്ക, മാങ്ങ ഐറ്റങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആളുകൾക്ക്, ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുട്ടികളെ ഇന്ന് പഠിപ്പിക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഈ ഡോർ അടച്ചു. അതിൻ്റെ കോഴ്സ് എടുക്കാനുള്ളതും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ആളുകൾക്ക് ഇന്റേൺഷിപ്പൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നല്ല കഴിവുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് തന്നെ ജോലി കൊടുക്കാനും ഇതൊക്കെ പറ്റും. അതൊക്കെ ഞങ്ങളുടെ പ്ലാനിലുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞു എന്നുള്ളതല്ല. ഇതിനകത്ത് കോഴ്സ് ഇപ്പോൾ ഫുഡ് ടെക്നോളജി കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അതിനകത്ത് അതായത് പുതിയ നോളജ് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അപ്ഡേറ്റഡ് ആകാനുള്ള കഴിവുണ്ടോ, പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് നല്ല എക്സൽ ആകാൻ പറ്റും, ഇതിനകത്ത് നല്ല എക്സലൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. കാരണം എപ്പോഴും പുറത്തുനിന്നുള്ള ഏത് ബയറാണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത് അവർ ചോദിക്കുന്നത് അതിന് കുറച്ച് ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് സർട്ടിഫിക്കറ്റ് ഒന്നും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കോഴ്സ് പഠിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഈ പഠിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് അറിവുണ്ടോ. ഇപ്പം ഞാൻ BSc ഫിസിക്സ് പഠിച്ച ആളാണ്, അത് ജേർണലിസം പഠിച്ച ആളാണ്, ഞാൻ PhD ചെയ്ത ആളാണ് ഫ്രാൻസിൽ നിന്ന്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നാളെ ഫിസിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും എനിക്ക് അറിയാവുന്നതാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഫുഡ് ടെക്നോളജി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് പ്രിസർവേഷൻ മെത്തേഡ് ആണെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്തപ്പോൾ നിങ്ങളാണ് ഒരു മടിയും കൂടാതെ വന്നു പറഞ്ഞു. പേഴ്സണലി എനിക്ക് ഞങ്ങളെക്കാട്ടി എക്സൈറ്റ്മെന്റ് നമ്മളോട് ഫുഡിന് കാണിക്കാൻ എനിക്ക് ഫീൽ ചെയ്ത്, നിങ്ങളെത്തുന്ന ഫീൽ ചെയ്ത്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത്.
ഞങ്ങൾക്ക് ഫീസും കാര്യങ്ങൾക്ക് ജസ്റ്റ് ടോപ്പിക്കൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡയഗ്രാം വെച്ച് കണ്ടൊരു കാര്യം അവിടെ വന്ന് കാര്യങ്ങൾ കണ്ടൊക്കെ നിങ്ങളുടെ കമ്പനി പ്രൊഡക്ട്സ് റിവ്യൂ കണ്ടതിന് സക്സസ് ആയതാണ്. എന്തായാലും ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത ആള് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഹൈജീനും സംഭവങ്ങളും നമ്മളൊക്കെ മനസ്സിലായി. നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡയഗ്രാം കണ്ടിട്ട് മനസ്സിലാക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അതൊന്ന് കാണുമ്പം അത് വേറെ രീതിയിൽ തന്നെയാണ്. നമ്മൾ അവിടെ ചെയ്യുന്നില്ലല്ലോ. കുറേ എക്സ്പെരിമെന്റ്സ് വേറെ ചെയ്യാന്നല്ലാതെ ഇതും നമ്മൾ കാണുന്നില്ല. അതൊക്കെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടീച്ചർ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷിച്ചില്ല. നിങ്ങളെല്ലാവരും നിന്നിട്ട് നല്ല ഒരു അല്ലേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. അപ്പം ഫ്രീസിങ്ങിനെ കുറിച്ച് അതേമാതിരി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അത് 80 ഡിഗ്രി സെൽഷ്യസിൽ വെക്കണം, 40 ഡിഗ്രി ആ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം കേരളത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരും. എല്ലാവരും ആ ഒരു ടൈമിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് വരും. ഏതായാലും നല്ല രീതിയിലാണ് നിങ്ങൾ കാണിച്ചു തന്നെ. എല്ലാ കുട്ടികൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇവർക്ക് നല്ല നല്ല ജോബിലേക്ക് എത്താൻ ഞങ്ങൾ മാക്സിമം അവിടുന്ന് എല്ലാ അവിടുന്ന് നന്നായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല സ്ഥലത്തുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു നമുക്കൊരു ഇത് തന്നതുകൊണ്ട് എന്തായാലും ഇനി അങ്ങോട്ടും നമ്മളിപ്പോൾ 3 കൊല്ലമായിട്ടാണ് വിചാരിച്ചിട്ട് ഫുഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഫസ്റ്റ് റാങ്കാണ്. അപ്പോൾ എല്ലാ കൊല്ലവും റാങ്ക് ഉണ്ട്. ഇവരോട് ചോദിച്ചാൽ അറിയാം. പിന്നെ വെറും ഞങ്ങൾ മെറിറ്റ് ബേസിൽ മാത്രമേ അവിടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ക്യാപിറ്റേഷൻ ഫീ ഒന്നും വാങ്ങുന്നില്ല. കാരണം ഞങ്ങളിതൊരു ഓർഫനേജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കുട്ടികളെ സ്റ്റഡീസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ 25% ഫ്രീ ആയിട്ടാണ് സീറ്റ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും 25%. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൂടുതൽ ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങൾ ഇതിനകത്ത് നെറ്റിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈസി എക്സ്പോർട്സ് എന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് രംഗത്തും ഫുഡ് ഫീൽഡിലൊക്കെ വളർന്നു വരുന്ന ആളുകളെയും പഠിക്കുന്ന ആളുകൾക്കും ഒക്കെ ഇൻഫോർമേഷൻ കൊടുക്കുക, പാസ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈസി എക്സ്പോർട്സ് ഒക്കെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അതിനകത്തുണ്ട്. അപ്പം ഞങ്ങളുടെ പുതിയ പ്ലാന്റുകളും വരുന്നുണ്ട്. ഒരു 1 ഇയറിനുള്ളിൽ വലിയ പ്ലാന്റുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ച് പാസ്സായി നല്ല രീതിയിൽ വന്ന് തീർച്ചയായിട്ടും ട്രെയിനിങ് തരാനും അല്ലെങ്കിൽ അവിടെ ഒരു നല്ലൊരു കോച്ചിങ് കിട്ടാനും ഒക്കെ ഉള്ള അവസരം നമുക്ക് തരാൻ പറ്റും. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾക്ക് കുറേ ബാച്ചുകൾ വരും. ഇനിയും നിങ്ങളെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി. ബോയ്സിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് സംസാരിച്ചു. അത് ഞങ്ങളെ റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല, താങ്ക് യു. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോയാൽ നമ്മൾ ഇതേപോലെ തന്നെ കുറേ ഫ്രീസി സാധനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് എന്താ സംഭവം, ഇത് കെമിക്കൽ ആഡ് ചെയ്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഫുഡ് പുറത്തേക്ക് എത്തുമ്പോഴേക്കും ചീത്തയാവുന്നുള്ളൊരു ഡൗട്ട്സ് നമുക്ക് ഉണ്ടായിരുന്നു. തന്നെ നിങ്ങൾ ആ മൈനസ് ഡിഗ്രി അങ്ങനത്തെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഫ്രോസൺ ഫുഡ് എന്നുള്ളത് നോ പ്രിസർവേറ്റീവ്, നോ സിറ്റീസ്, നോ കളർ കഴിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായില്ലല്ലോ. മനസ്സിലായി. ഇതുവരെ നമ്മൾക്കൊരു കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് പുറത്ത് പോകുന്നത്. ഇപ്പോൾ നമുക്ക് പണ്ടേ ഒരു ചിന്ത ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കാൻ പാടില്ല കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ നമുക്കൊരു അറിവാണ് ഇപ്പോൾ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിൽ ബിഗ് താങ്ക് യു. പിന്നെ നിങ്ങൾ പറഞ്ഞ ഓരോരോ പോയിന്റും നമുക്കൊരു ഡൗട്ട് അങ്ങോട്ട് ചോദിക്കാനില്ല, അത്രയും ക്ലിയർ ആക്കി പറഞ്ഞതിനും വലിയൊരു താങ്ക് യു ഉണ്ട്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നു എന്തെങ്കിലും ചോദിക്കുന്നത്, അപ്പോൾ ഓരോരുത്തരോട് പറയുമ്പോൾ എല്ലാം ഫുള്ള് ക്ലിയർ ആക്കി തന്നിട്ട് ഞാൻ ചോദിക്കാനുള്ളത് അത്രയും ക്ലിയർ ആക്കി പറഞ്ഞതിന് വലിയൊരു താങ്ക് യു. ഒരുമിച്ച് ഇപ്പോൾ ഈസി എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാനലുണ്ട്. അതിലൂടെ ഇപ്പം എല്ലാവരും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ചില ആളുകൾ ഒരു എൻ്റർപ്രൈസിങ് സ്കില്ലുള്ള ആൾക്കാർ ഓണ്ടർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും കൊടുക്കും. ഓക്കെ, ആർക്ക് എന്ത് ബിസിനസ് തുടങ്ങണോ ആ ബിസിനസ് തുടങ്ങാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഫേം കൂടിയുണ്ട്, ബൈബിസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ ഉണ്ട്, ഇന്നോബിസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യുന്നുണ്ട്,
ഒപ്പം മാനേജ്മെന്റ് കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിന് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഉന്നമനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ടേഴ്സ് വരണം, ഒരുപാട് ഓൺടർപ്രിനേഴ്സ് വരണം. എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ശരിക്കും ബിസിനസ് മെന്റാലിറ്റി കുറവുള്ള ആൾക്കാരുള്ളത്. എന്നുവെച്ചാൽ എന്റർപ്രൈസിംഗ് അല്ല, നമ്മൾ ഓൺടർപ്രിനർ ആകാൻ ആരും തയ്യാറല്ല. നമുക്കൊരു സ്ലേവ് മെന്റാലിറ്റിയാണ്, നമ്മൾ എപ്പോഴും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമ്മള് ഇപ്പൊ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോ ഓരോരുത്തരും വോളണ്ടിയർ ചെയ്യാനായിട്ട് അല്പം മടിച്ചു. അത് പാടില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞെങ്കിൽ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങണം. ഒരുപാട് ചാൻസാണ് ഉള്ളത് ഇന്നിപ്പോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് നമ്മളുടെ. അപ്പൊ ഈ ലോകം മുഴുവൻ നമ്മുടെ മാർക്കറ്റാണ്. ഓക്കെ, ഇന്ത്യ തന്നെ വലിയൊരു മാർക്കറ്റാണ്, ഈ ലോകം മുഴുവൻ വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലേക്ക് ചിന്തിക്കുക, ആ രീതിയിലേക്ക് വരിക. അവിടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ ബൈബിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇത് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഫേം ഉണ്ട്, പിന്നെ അക്കൗണ്ടിങ് സർവീസസ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുകൂടാതെ സോഫ്റ്റ്വെയർ സർവീസസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്നോവീസ് എന്ന് പറഞ്ഞ വേറെ ഓർഗനൈസേഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.